വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുള്ള വടക്കാങ്ങര. അവതരണം റാഫി പാറക്കാട്ടിൽ. നിങ്ങളിലേക്ക് എത്തിക്കുന്നത് സിറ്റി എക്സ്ചേഞ്ച്, ദോഹ, ഖത്തർ. അധ്യായം 482. മനസ്സിന്റെ ഭാരങ്ങൾ ഇറക്കി വയ്ക്കുക. മനുഷ്യ മനസ്സ് ഏറെ സങ്കീർണമായ ഒരു പ്രതിഭാസമാണ്. ചില നിസ്സാര കാര്യങ്ങൾ മതിയാകും മനസ്സിനെ ദുർബലമാക്കാനും ശക്തമാക്കാനും. മനോഭാരങ്ങൾ ഇറക്കിവെച്ച് നിർമ്മലമായൊരു മനസ്സോടെ ജീവിക്കലാണ് ഏറ്റവും അഭികാമ്യം. എന്നാൽ പലർക്കും പലപ്പോഴും മനോഭാവങ്ങൾ ഇറക്കി വയ്ക്കാനാവാത്തത് ജീവിതത്തിന്റെ നിറം കെടുത്തുമെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. മനസ്സിന്റെ വിമലീകരണവും ശാക്തീകരണവും നമ്മുടെ ചിന്തകളെയും നടപടികളെയും ആശ്രയിച്ചാണിരിക്കുന്നത്. ആവശ്യമുള്ള കാര്യങ്ങളെ മനസ്സിൽ സൂക്ഷിക്കേണ്ടതുള്ളൂ. പ്രസക്തമല്ലാത്ത എല്ലാ കാര്യങ്ങളും മനസ്സിൽ നിന്ന് കളയാനും മനസ്സിനെ ശാന്തമാക്കാനും ശ്രദ്ധിക്കണം. മനസ്സിന്റെ ഭാരം ഇറക്കി വയ്ക്കാനുള്ള സുപ്രധാനമായ മാർഗം നിരുപാധികമായി വിട്ടുവീഴ്ച ചെയ്യുക എന്നതാണ്. ആരോടും പരാതിയും പരിഭവവും ഇല്ലാതിരിക്കുകയും മനസ്സ് ശാന്തമാവുകയും ചെയ്യുമ്പോൾ ജീവിതം കൂടുതൽ മനോഹരമാകും. മനുഷ്യന്റെ ഉള്ളിലെ സമ്മർദ്ദങ്ങളും വേവലാതികളും കുറയ്ക്കാൻ സഹായിക്കുന്നതായി പല മനഃശാസ്ത്രജ്ഞരും നിർദ്ദേശിക്കുന്ന ചില വഴികളുണ്ട്. 1. മനസ്സ് തുറന്ന് സംസാരിക്കുക. വിശ്വസിക്കാൻ കഴിയുന്ന സുഹൃത്തോ കുടുംബാംഗമോ ഉണ്ടെങ്കിൽ അവരോട് കാര്യങ്ങൾ തുറന്നു പറയുക. ചിലപ്പോൾ പരിഹാരത്തേക്കാൾ ഉപരി ഒരാൾ നമ്മളെ കേൾക്കുന്നു എന്ന തോന്നൽ തന്നെ പകുതി ഭാരം കുറയ്ക്കാൻ സഹായിക്കും. 2. എഴുതി വയ്ക്കുക. ആരോടും പറയാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ ഒരു ഡയറിയിലോ കടലാസിലോ എഴുതുക. ചിന്തകളെ അക്ഷരങ്ങളാക്കുമ്പോൾ അവയ്ക്ക് ഒരു വ്യക്തത ലഭിക്കുകയും മനസ്സ് ശാന്തമാവുകയും ചെയ്യും. 3. ഇപ്പോൾ ജീവിക്കുക. മിക്കവാറും നമ്മുടെ ഭാരങ്ങൾ കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ചോ വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചോ ഉള്ള ഉത്കണ്ഠകളാണ്. നിലവിലുള്ള നിമിഷത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുക. 4. ലളിതമായ വ്യായാമവും നടത്തവും. ശാരീരിക അധ്വാനം മനസ്സിനെ റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്ന ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കും. പ്രഭാത നേരത്തും വൈകുന്നേരങ്ങളിലും അല്പനേരം പ്രകൃതിയോട് ഇണങ്ങി നടക്കുന്നത് മനസ്സിന് വലിയ ആശ്വാസം നൽകും. 5. ശ്വസന വ്യായാമങ്ങൾ. അമിതമായ ടെൻഷൻ തോന്നുമ്പോൾ കണ്ണുകളടച്ച് ദീർഘമായി ശ്വാസമെടുക്കുക. ഇത് നാഡീവ്യൂഹത്തെ ശാന്തമാക്കാൻ സഹായിക്കും. ഇവയൊക്കെ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ്. എന്നാൽ സ്വന്തമായി താങ്ങാൻ കഴിയാത്ത ഭാരമാണ് തൻ്റെ മനസ്സിലുള്ളതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു പ്രൊഫഷണൽ കൗൺസിലറുടെ സഹായം തേടാൻ മടിക്കരുത്. അത് ബലഹീനതയല്ല, മറിച്ച് സ്വയം സ്നേഹിക്കുന്നതിൻ്റെ അടയാളമാണ്. സുതാര്യമായ സ്നേഹസൗഹൃദങ്ങൾ വളർത്തുന്നത് മനസ്സിന്റെ ശാക്തീകരണത്തിന് കരുത്ത് പകരും. പലപ്പോഴും രണ്ടുപേർ തമ്മിലുള്ള അകലം കൂടുന്നത് അവർ സഞ്ചരിക്കുന്ന ദൂരം കൊണ്ടല്ല, മനസ്സുകൾ തമ്മിലുള്ള സുതാര്യത കുറയുന്നത് കൊണ്ടാണ്. ആവശ്യമില്ലാത്ത ഒന്നും മനസ്സിൽ സൂക്ഷിക്കാതെ ആരോടും പകയോ വിദ്വേഷമോ ഇല്ലാതെ ഉറങ്ങാനും ഉണരാനും കഴിയുകയെന്നത് വലിയ ഭാഗ്യമാണ്. സുഹൃത്ത് റസാഖ് വഴിയോരം സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ച ഒരു കഥ ഇതോട് ചേർത്ത് വായിക്കാമെന്ന് തോന്നുന്നു. ഒരിക്കൽ 2 സന്യാസിമാർ ഒരുമിച്ച് യാത്ര ചെയ്യുകയായിരുന്നു. അവർ നടന്ന് ഒരു നദിക്കരയിലെത്തി. സന്യാസിമാർ നദി മുറിച്ചു കടക്കാൻ ഒരുങ്ങുമ്പോൾ അവിടെ നിൽക്കുകയായിരുന്ന സുന്ദരിയായ ഒരു സ്ത്രീ അവരോട് ചോദിച്ചു, "അക്കരയെത്താൻ എന്നെയും സഹായിക്കാമോ?" ജീവിതത്തിൽ ഒരിക്കലും ഒരു സ്ത്രീയെയും തൊടില്ലെന്ന് പ്രതിജ്ഞയെടുത്തിരുന്ന ആ സന്യാസിമാർ ആദ്യമൊന്ന് പരിഭ്രമിച്ചു. എങ്കിലും മുതിർന്ന സന്യാസി ഉടനെ തന്നെ ആ സ്ത്രീയെ എടുത്ത് തോളത്തിരുത്തി നദി മുറിച്ച് കടക്കാനൊരുങ്ങി. ഇളയ സന്യാസി ഒന്നും മിണ്ടാതെ അവരെ പിന്തുടർന്നു. അങ്ങനെ അവർ അക്കരെ എത്തിയപ്പോൾ ആ സ്ത്രീയെ നിലത്തിറക്കി വെച്ചിട്ട് സന്യാസിമാർ യാത്ര തുടർന്നു. അങ്ങനെ അവർ കുറേ ദൂരം നടന്നപ്പോൾ ഇളയ സന്യാസി ക്ഷമയില്ലാതെ മുതിർന്ന സന്യാസിയോട് ചോദിച്ചു, "സന്യാസിമാരായ നമ്മൾ ഒരു സ്ത്രീയെയും തൊടാൻ പാടില്ലെന്ന് അറിയില്ലേ? പിന്നെ എന്തിനാണ് നിങ്ങൾ ആ സ്ത്രീയെ തോളത്തിരുത്തി നദി മുറിച്ച് കടന്നത്?" അപ്പോൾ മുതിർന്ന സന്യാസി പറഞ്ഞു, "സഹോദര, ഞാൻ നദിയുടെ മറുകരയിലെത്തിയപ്പോൾ തന്നെ ആ സ്ത്രീയെ അവിടെ ഇറക്കി വെച്ചു. എന്നാൽ നീ ഇപ്പോഴും അവളെ ചുമന്നുകൊണ്ട് നടക്കുകയാണ്." നമ്മിൽ പലരും ഇതുപോലെയാണ്. കഴിഞ്ഞുപോയ എത്ര കാര്യങ്ങളാണ് നിലത്തിറക്കി വയ്ക്കാതെ ഇപ്പോഴും നമ്മൾ മനസ്സിൽ ചുമന്നുകൊണ്ട് നടക്കുന്നത്. അത് കാരണം നമ്മുടെ ഓരോ ദിവസത്തെയും സന്തോഷം നഷ്ടപ്പെടുന്നുവെന്ന് മാത്രമല്ല, ഇന്നത്തെ കാര്യങ്ങൾ ചെയ്യാനുള്ള നമ്മുടെ ഊർജത്തെ അത് ചോർത്തിക്കളയുകയും ചെയ്യുന്നു. കഴിഞ്ഞ കാലത്തെ അനിഷ്ടകരമായ സംഭവങ്ങൾ പലതും പിന്നെയും മനസ്സിലേക്ക് കടന്നു വരുന്നതാണ് പലരുടെയും മനോദുഃഖങ്ങൾക്ക് പ്രധാന കാരണം. എന്നാൽ ഈ പറയുന്നതൊന്നും അത്ര എളുപ്പത്തിൽ ജീവിതത്തിൽ പകർത്താൻ കഴിയുന്ന കാര്യങ്ങളല്ല. ഒട്ടും പ്രതീക്ഷിക്കാതെയായിരിക്കും ചിലപ്പോൾ ചില കഴിഞ്ഞകാല സംഭവങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. എത്ര ഒഴിവാക്കാൻ ശ്രമിച്ചാലും നമ്മുടെ മനസ്സിനെ അവ കുറേ സമയം വരിഞ്ഞു മുറുക്കും. നമ്മുടെ സമയത്തെയും സന്തോഷത്തെയും അവ അപഹരിക്കും. കാട്ടിലെ വന്യമൃഗങ്ങളെ പിടിച്ച് അവയെ മെരുക്കിയെടുക്കാൻ ചിലപ്പോൾ ശാരീരിക കഴിവും ബുദ്ധിശക്തിയും മതിയാകും. എന്നാൽ മനസ്സാകുന്ന വനാന്തരത്തിൽ മേഞ്ഞു നടക്കുന്ന ഓർമ്മകളെയും ദുർവികാരങ്ങളെയും മെരുക്കിയെടുക്കാൻ ബുദ്ധിശക്തി കൊണ്ട് മാത്രം കഴിയില്ല.
അതിന് ഏറെ പരിശീലനങ്ങൾ ആവശ്യമാണ്. അത് നമ്മൾ തന്നെ സ്വയം കണ്ടെത്തണം. ഭൂതവും ഭാവിയും നമ്മുടെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളല്ല. ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള വർത്തമാന നിമിഷത്തെ എത്ര നന്നായി അനുഷ്ഠിക്കാൻ നമുക്ക് കഴിയുന്നുവോ അതായിരിക്കും നമ്മുടെ ഭാവി ജീവിതത്തിന്റെ ഗുണനിലവാരത്തെ നിശ്ചയിക്കുന്നത്. ഇപ്പോൾ ഈ നിമിഷത്തെ മനസ്സാന്നിധ്യത്തോടെയും സമചിത്തതയോടെയും അഭിമുഖീകരിക്കാൻ കഴിയുമ്പോൾ നമുക്ക് വലിയ സന്തോഷം ലഭിക്കും. എപ്പോഴും കഴിഞ്ഞ കാല ദുഃഖങ്ങൾ മാത്രം ഓർത്തുകൊണ്ട് നടക്കുന്നവർ തലയിൽ പാറക്കല്ലുകൾ ചുമന്ന് മല കയറുന്നവനെ പോലെ പ്രയാസപ്പെടും. അതിനാൽ ഇവിടെ ഇപ്പോൾ ഈ നിമിഷത്തെ നന്നായി ഉപയോഗപ്പെടുത്തുക എന്ന് ഇടയ്ക്കൊക്കെ നാം നമ്മോട് തന്നെ ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കണം. അതിസങ്കീർണമായ മനസ്സിന്റെ നിഗൂഢതകളെ നിർദ്ധാരണം ചെയ്യൽ എളുപ്പമാവില്ലെങ്കിലും അനാവശ്യ ഭാരങ്ങൾ ഇറക്കിവെച്ച് സന്തോഷത്തോടെ ഈ നിമിഷത്തിൽ ജീവിക്കാൻ പഠിക്കുക എന്നതാണ് ഏറ്റവും വലിയ വിജയമന്ത്രം. വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും 00974552625 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ ceomedia+@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും. ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ റാഫി പാറക്കാട്ടിൽ താൽക്കാലികമായി വിടവാങ്ങുന്നു. പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം.